ആര്യങ്കാവിൽ പ്രവാസിയായ കൃഷിക്കാരൻ്റെ 1.5 ഏക്കർ ഭൂമിയിലെ വാഴത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. പാലരുവി ജംഗ്ഷനിലെ തിരുവാതിരയിൽ ഗോപകുമാറിൻ്റെ വാഴക്കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ റെയിൽവേ റോഡിനോട് ചേർന്നാണ് ഗോപകുമാറിൻ്റെ കൃഷിയിടം. കുലച്ച് പകുതി വിളവായ ഞാലിപ്പൂവൻ ഇനത്തിൽപ്പെട്ട 250ഓളം വാഴകളാണ് കഴിഞ്ഞ രാത്രിയിൽ ഒറ്റയാൻ നശിപ്പിച്ചത്. വാഴ കൂടാതെ കുരുമുളക് കൃഷികളും നശിച്ചിട്ടുണ്ട്. വാഴ നശിച്ച ഇനത്തിൽ മാത്രം 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഗോപകുമാർ പറഞ്ഞു. ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത്. സമീപത്തെ വനത്തിൽ നിന്നും ഇറങ്ങിവരുന്ന ആനകളെ ഓടിക്കാനായി എല്ലാ ദിവസവും രാത്രി കാവൽ നിൽക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പാതിരാത്രി മടങ്ങിയപ്പോഴാണ് പുലർച്ചെയോടെ ആനയെത്തി നാശം വരുത്തിയത്. സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം വളർത്തിയെടുത്ത വാഴത്തോട്ടത്തിൽ കാട്ടാനയെ തുരത്താൻ തീയിട്ട് കാവലിരിക്കുകയാണ് ഗോപകുമാർ എന്ന ഈ കർഷകൻ. കാട്ടാനശല്യം തടയുന്നതിന് വനംവകുപ്പ് അടിയന്തരമായി പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കർഷകൻ ആവശ്യപ്പെടുന്നത്. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. ഇതുകൊണ്ട് വല്ലതും കിട്ടുമോ? നഷ്ടപരിഹാരം കിട്ടുമോ? വെറുതെ എടുത്തുകൊണ്ട് പോകുന്നതല്ലേ? ഇത്രയും കർഷകന് ഇത്രയും നഷ്ടം വന്നിട്ട് ആര് തരും? ആരാ ഇതിന് നഷ്ടം തരുന്നത്? ആരും തരുന്നില്ല. വെറുതെ എടുക്കുന്നത്, വെറുതെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നതല്ലാതെ 1 രൂപ ഇത് നഷ്ടം ആരും തരത്തില്ല. എൻ്റെ പേര് ഗോപകുമാർ. ഞാനൊരു പ്രവാസിയായിരുന്നു. 10 കൊല്ലത്തെ കൊല്ലം ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അവിടുത്തെ ജീവിതം മതിയാക്കി ഞാൻ നാട്ടിലേക്കെത്തി. എൻ്റെ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തുടർന്നുള്ള ജീവിതം കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചുവിടാമെന്ന് കരുതിയിട്ട് ഞാനിവിടെ റബ്ബറായിരുന്നു മുമ്പ്. റബ്ബർ വെട്ടിമാറ്റിയ ശേഷം ഞാൻ ഒരു 1500 മൂടോളം വാഴ ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചു. ഇവിടെ വെള്ള സൗകര്യമൊന്നുമില്ല. മഴയെ ആശ്രയിച്ച് തന്നെയാണ് ഞാൻ കൃഷി ചെയ്തത്. ഒറ്റയ്ക്കാണ് കൃഷി ചെയ്തത്, പണിക്കാരൊന്നും കയറ്റാതെ ഒറ്റയ്ക്ക് കൃഷി ചെയ്ത് ഞാൻ ഇത്രത്തോളമാക്കി. വാഴയെല്ലാം നല്ല രീതിയിൽ കുലച്ചു വന്നപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഇതിനു മുമ്പും മറ്റുള്ള മൃഗങ്ങൾ ഈ കൃഷിസ്ഥലത്തെത്തി നഷ്ടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുലച്ചു കഴിഞ്ഞപ്പോൾ വനത്തിൽ നിന്നും ആന ഇറങ്ങിയിട്ട് എൻ്റെ 200ഓളം കുലകൾ, കുലച്ചു നിൽക്കുന്ന കുലകൾ നശിപ്പിച്ച് കളയുണ്ടായി. ഞാൻ രാത്രി കാലങ്ങളിൽ പോലും ഇവിടെ 10 മണി, 12 മണി, 1 മണി വരെ തീ കത്തിച്ച് അവിടെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പോകുന്ന ആ കാട്ടാന ഇവിടെ ഒന്ന് മറഞ്ഞു നിൽക്കുകയും അതിനുശേഷം ഞാൻ പോയതിനു ശേഷം കിട്ടുന്ന 2-3 മണിക്കൂറുകളിൽ ഇതിൽ കയറി ഇത്രയും കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഒരു സഹായവും ചെയ്ത് കിട്ടുന്നില്ല. ഇവിടെ ഒരു നബാർഡിൻ്റെ എന്തോ ഒരു സോളാർ സിസ്റ്റം അവർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു വർഷത്തോളമായി അതിൻ്റെ ഫണ്ട് കൃഷിഭവനിൽ നിന്നും ഫോറസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ വർക്കുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. 1 വർഷത്തോളമായി. അത് തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ സ്വന്തമായി ഈ സോളാർ സിസ്റ്റം ഇവിടെ ചെയ്യാത്തത്. ഈ ഒരു വനം വകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇത്രയും കൃഷി നഷ്ടത്തിനെല്ലാം കാരണമായിരിക്കുന്നത്.